പ്രശ്നം താങ്കൾ പരിഹരിച്ച് ഐഷ പോറ്റിക്ക് വേണ്ടി ജീവൻ മറന്ന് നിന്ന് ഐഷ പോറ്റിയെ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് താങ്കൾക്ക് വരുംകാല ഇലക്ഷനുകളിലും താങ്കളുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ വളരെ മോശം രീതിയിൽ ബാധിക്കുന്നതായിരിക്കുമെന്നുള്ളത് ഈ നിമിഷം ഞാൻ പറയുന്നു. കൊട്ടാരക്കരയിൽ ആർ രശ്മി BJP-യിലേക്ക് പോയി. BJP-യിലേക്കുള്ള ഈ പോക്ക് പെട്ടെന്നുള്ള ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ആർ രശ്മി BJP-യിലേക്ക് അംഗത്വം എടുത്തതിന് ശേഷം നടത്തിയ പത്രസമ്മേളനം നമ്മളൊക്കെ കേട്ടതാണ്. അതിൽ അവര് വളരെ ഗുരുതരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നൊന്ന് കേട്ടിട്ട് വരാം. ഞാൻ കേൾക്കാത്ത ഭാഷ, ആർക്കും ഒരു വനിതയെ പറയാൻ പറ്റാത്ത ഒരു ഭാഷ ഉപയോഗിച്ച്, അത് പാർട്ടി മീറ്റിങ്ങുകളിൽ പോലുമല്ല, ഒരു പൊതുസ്ഥലത്ത് നിന്ന് എന്നെ പറഞ്ഞത്, അതെന്നെ മാനസികമായി വളരെയധികം വേദനിപ്പിച്ചു എന്നുള്ളതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റിന്റെ ആ ധാരണ ആ കാലഘട്ടത്തിൽ വളരെ മോശമായി, ഒരു വനിതയായിട്ട് പോലും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയാണ് പാർട്ടിയുടെ ചിലർ എന്നെ വളരെ മോശമായി, ഞാൻ കേൾക്കാത്ത ഭാഷ, ആർക്കും ഒരു വനിതയെ പറയാൻ പറ്റാത്ത ഒരു ഭാഷ ഉപയോഗിച്ച്, അത് പാർട്ടി മീറ്റിങ്ങുകളിൽ പോലുമല്ല, ഒരു പൊതുസ്ഥലത്ത് നിന്ന് എന്നെ പറഞ്ഞത്, അതെന്നെ മാനസികമായി വളരെയധികം വേദനിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അറിയുകയും അതിന്റെ കാരണത്താൽ ഞാൻ പരാതി നൽകുകയും ചെയ്തു. KPCC അധ്യക്ഷനും DCCയുടെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനടക്കം ഞാൻ പരാതി നൽകിയിട്ടും നാളിതുവരെ ഒരു പരിഹാരവും ഉണ്ടായില്ല. അത് തന്നെയാണ് ഞാൻ മാറി ചിന്തിക്കേണ്ടി വന്നത്. നിങ്ങളിത് കേട്ട് കാണുമല്ലോ. കോൺഗ്രസ് പാർട്ടിയിലെ നേതൃത്വത്തെയും അതിലെ പല ആളുകളെയും പേരെടുത്ത് പറയാതെ അവര് പരാമർശിക്കുന്നുണ്ട്. അവരെ വളരെ മോശം രീതിയിൽ മോശം വാക്കുകൾ ഉപയോഗിച്ച് അപമാനിച്ചു, അധിക്ഷേപിച്ചു എന്നൊക്കെ ഉള്ളതാണ് അവർ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവരിത് പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് തീരുമാനമെടുത്ത് ചെന്ന് കയറാൻ പറ്റുന്ന പാർട്ടിയല്ല BJP. അവർ വളരെ കാലങ്ങളായിട്ട് ഇവരെ ആർ രശ്മിയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും, ആർ രശ്മിയായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ ചർച്ചകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി, അതായത് കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി UDF-ലേക്ക് വന്നതോടുകൂടി ഇനി ഒരു സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ട് ഇനി തനിക്കൊരു സ്ഥാനാർത്ഥിത്വം വേണമെന്നുണ്ടെങ്കിൽ BJP-യിലേക്ക് പോവുക അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നൊരു സാഹചര്യം മനസ്സിലാക്കിയിട്ടായിരിക്കും ആർ രശ്മി BJP-യിലേക്ക് പോയത്. അതിൽ അവർ നോക്കിയത് പേഴ്സണൽ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ മാത്രമായിരിക്കും. അവരെ ഇത്രയും നാൾ വളർത്തിയ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF എന്ന ഒരു മുന്നണിയെ ഒന്നും അവർ മുന്നിൽ കണ്ടില്ല. അവരുടെ പേഴ്സണൽ ബെനിഫിറ്റ് മാത്രം നോക്കി അവർ BJP-യിലേക്ക് പോയി. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഈ ജനാധിപത്യ രാജ്യത്ത് ആർക്കും ഈ ജനാധിപത്യ രാജ്യത്തിലുള്ള നിയമപരമായിട്ടുള്ള ഏത് പാർട്ടിയിലേക്ക് വേണമെങ്കിലും പോകാം, അംഗത്വം എടുക്കാനുള്ള അധികാരവും അവകാശവും ഒക്കെ അവരവർക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ രശ്മിക്കുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരിക്കലും CPM-കാർ ഐഷ പോറ്റി UDF-ലേക്ക് വന്നപ്പോൾ വർഗവഞ്ചക എന്ന് വിളിച്ച കണക്കൊന്നും ആരും വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ വളരെ മാന്യമായിട്ടാണ് കൊട്ടാരക്കരയിലെ UDF-കാരൊക്കെ കണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പല ഫേസ്ബുക്കിലൊക്കെ പല പ്രതിഷേധങ്ങളും രോഷപ്രകടനങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. എങ്കിലും പബ്ലിക്കായിട്ട് വന്ന് ആരും ഇതിനെതിരെ ഒന്നും പറഞ്ഞതായിട്ട് കാണുന്നില്ല. വരും ദിവസങ്ങളിൽ വരുമായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് വേറെ ചില കാര്യങ്ങളാണ്. ഇതേപ്പറ്റി ആർ രശ്മിയുടെ BJP-യിലേക്കുള്ള പോക്കിനെ പറ്റി ഒരു ദിവസം മുന്നേ, ആർ രശ്മിയുടെ BJP അംഗത്വം എടുക്കുന്നതിന് ഒരു ദിവസം മുന്നേ നമ്മുടെ കൊട്ടാരക്കര ഉൾപ്പെടുന്ന മാവേലിക്കര മണ്ഡലത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിന്റെ MP ആയിട്ടുള്ള കൊടുക്കുന്ന സുരേഷിനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ, അതായത് ആർ രശ്മി BJP-യിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്നുള്ള വാർത്തകൾ വരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ MP എന്താണ് പറഞ്ഞതെന്നൊന്ന് കേട്ടിട്ട് വരാം. ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരു പാർട്ടി മാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം അവരെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത്. MP പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഞാൻ ആർ രശ്മിയോട് സംസാരിച്ചിരുന്നു, അങ്ങനെ പോകാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, അതൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്, അങ്ങനെ പോകത്തില്ല എന്നൊക്കെ ഉള്ളതാണ് MP പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? MP ഇവർ പോവാതിരിക്കാൻ ശ്രമിച്ചോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മനസ്സിലാവുന്നത് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്ത്? ആർ രശ്മി ഒരിക്കലും കോൺഗ്രസ് വിട്ടു പോവില്ല, UDF വിട്ടു പോവില്ല എന്നുള്ളത് വിശ്വസിച്ചിരുന്നു. അതിന്റെ ആത്മവിശ്വാസം കൊണ്ടാണ് കൊടുക്കുന്ന സുരേഷ് പറഞ്ഞത് ആർ രശ്മി പോകാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. പക്ഷെ ഇതിന്റെ പിന്നണിയിലുള്ള കാര്യങ്ങൾ മുന്നേ ആർ രശ്മിയെ BJP-യിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ മുന്നേ നടന്നിരുന്നു. ഇത് ഞാൻ കേട്ടു തുടങ്ങിയിട്ട്, അതായത് ഒരു സാധാരണ വ്യക്തി എന്നുള്ളതിൽ ഞാൻ കേട്ടു തുടങ്ങിയിട്ട് തന്നെ 2 ആഴ്ചയ്ക്ക് മുകളിലായി. ആർ രശ്മി BJP-യിലേക്ക് ഇപ്പൊ പോകുമെന്ന് കേട്ടു തുടങ്ങിയിട്ട് 2 ആഴ്ചയ്ക്ക് മുകളിലായി. അപ്പോൾ നിങ്ങൾ പാർട്ടി നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ അറിവോടെ അല്ല എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. കൊട്ടാരക്കരയിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. UDF-ന്റെ താങ്കൾ
ഏകദേശം 35-40 വർഷത്തോളമായിട്ട് കൊട്ടാരക്കര അടൂര് മണ്ഡലം, പഴയ അടൂർ ലോക്സഭാ മണ്ഡലമായിരുന്നു, ഇപ്പോൾ മാവേലിക്കര മണ്ഡലമായി. എന്നാലും കൊട്ടാരക്കര അത് ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. താങ്കൾ കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷമായി. എന്നിട്ടും കോൺഗ്രസില് കൊട്ടാരക്കരയിൽ നിന്നും ഒരു യുവനിരയെ വളർത്തിക്കൊണ്ടുവരാൻ താങ്കൾ പ്രയത്നിച്ചില്ല എന്നുള്ള ആരോപണങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല വട്ടം പല രീതിയിൽ കേട്ടിട്ടുണ്ട്. എന്നിട്ടും താങ്കൾ വീണ്ടും ഇപ്പോ ഈ ഡു ഓർ ഡൈ എന്നൊരു സമയമാണ് ഇപ്പോൾ. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം 2026 നിയമസഭാ ഇലക്ഷൻ ഡു ഓർ ഡൈ ആണ്. അപ്പോൾ അതില് എല്ലാവരും ഉറ്റുനോക്കുന്ന മത്സരം നടക്കാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അതായത് KN ബാലഗോപാൽ, ധനകാര്യമന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കര നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരമായിരിക്കും കൊട്ടാരക്കര മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 2021 ഇലക്ഷനിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രശ്മി പാർട്ടി വിട്ടു പോകുന്നു എന്ന് പറയുന്നത് ഒരു MP എന്നുള്ള നിലയിൽ, സ്ഥല MP എന്നുള്ള നിലയിൽ താങ്കൾക്ക് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. താങ്കൾക്ക് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമായിരുന്നു. താങ്കൾക്കത് പറഞ്ഞ് രശ്മിയെ പറഞ്ഞ് അനുനയിപ്പിച്ച് നിർത്താൻ പറ്റുന്ന എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് രശ്മി പോയി എന്നുള്ളതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം MP-ക്കാണ്. പൂർണ്ണ ഉത്തരവാദിത്തം MP-ക്കാണ്. കാരണം ഇതിൽ പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തുള്ള കോൺഗ്രസ് നേതാവിനോ ഒന്നും ഇവിടെ അത്ര ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന കാര്യമല്ല. കോൺഗ്രസ് പാർട്ടി അങ്ങനെയാണല്ലോ. അതത് സ്ഥലങ്ങളിലുള്ള താങ്കൾ MP എന്നുള്ള നിലയിൽ താങ്കൾക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്. അവിടുത്തെ DCC സെക്രട്ടറിക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങളിത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നതൊന്നും നാട്ടുകാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ വിശ്വസിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നില് വലിയ ലക്ഷ്യങ്ങളുണ്ട്. രശ്മി BJP-യിലേക്ക് പോയതിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരും എന്നറിഞ്ഞപ്പോൾ തന്നെ കൊട്ടാരക്കരയിലെ UDF പ്രവർത്തകർ വളരെ ആവേശത്തിലായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് 2 ആഴ്ച മുന്നേ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിക്ക് UDF-ലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു മഹാറാലിയൊക്കെ നടന്നിരുന്നു. കൊട്ടാരക്കര കണ്ടതിൽ ഏറ്റവും വലിയ റാലിയായിരുന്നു അത്. VD സതീശൻ പങ്കെടുത്ത ഈ റാലിയിൽ എല്ലാവരും പങ്കെടുത്തിരുന്നു. താങ്കൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും പങ്കെടുത്തിരുന്നു. അത്രയും ആവേശത്തിൽ നിന്നിരുന്ന കൊട്ടാരക്കരയിലെ UDF പ്രവർത്തകരെ ഒരു നിമിഷം കൊണ്ട് വെടിവെച്ച് കൊല്ലുന്നതിന് തുല്യമായിരുന്നു രശ്മിയുടെ BJP-യിലേക്കുള്ള പോക്ക്. അത് തടയാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് താങ്കളുടെ പോരായ്മ തന്നെയാണ്. ആ പോരായ്മ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് താങ്കൾ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയുടെ വിജയം ഒരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കണം. കാരണം കൊട്ടാരക്കരയിലെ ഈ ഇലക്ഷനിൽ ഐഷ പോറ്റിക്ക് ഒരു തോൽവിയാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ സ്ഥലത്തെ MP എന്നുള്ള നിലയിൽ താങ്കളുടെ ഉത്തരവാദിത്വമാണ്. താങ്കൾക്ക് കേവലം കോൺഗ്രസിന്റെ സ്റ്റേറ്റിലെ ചുമതല മാത്രമല്ല, നാഷണൽ ലെവലിൽ താങ്കൾക്ക് ചുമതലയുണ്ട്. താങ്കൾ ഇത്രയും വർഷം MP ആയിട്ടിരിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് വളരെ സ്വാധീനമുള്ള മണ്ഡലമാണ്. അപ്പോൾ അവിടെ നിയമസഭയിലേക്ക് വീണ്ടും കോൺഗ്രസ് വരേണ്ടത് ആരുടെ ആവശ്യമാണ്? താങ്കളുടെ കൂടി ആവശ്യമാണ്. താങ്കളുടെ മണ്ഡലത്തിലെ ഒരു കോൺഗ്രസ് MLA വരിക എന്നുള്ളത് താങ്കളുടെ ആവശ്യമാണ്. കൊട്ടാരക്കര എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണെന്ന് താങ്കൾക്കറിയാം. കൊട്ടാരക്കരയിലെ ജനങ്ങൾ താങ്കളുടെ തുടക്കകാലം മുതൽ ഈ നിമിഷം വരെ താങ്കളുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആത്മവിശ്വാസം ചോരുന്ന രീതിയിലാണ് രശ്മി ഇപ്പോൾ BJP-യിലേക്കുള്ള ഒരു പോക്ക്. അത് തടയാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ ആ പോക്കോടുകൂടി കൊട്ടാരക്കരയിലെ കോൺഗ്രസ്സുകാരുടെ ആത്മവിശ്വാസം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് കൂട്ടിക്കൊണ്ടുവരുവാൻ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയാണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ അവരുടെ ജയത്തിന് വേണ്ടി സാധിക്കാവുന്നതെല്ലാം താങ്കൾ ചെയ്തേ മതിയാവൂ. താങ്കൾ ചെയ്തേ മതിയാകത്തുള്ളൂ. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, താങ്കൾക്ക് അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. വളരെ വലുതായിരിക്കും. കാരണം എനിക്കിത് പറയാനുള്ള അവകാശമോ അധികാരമോ ഒന്നുമില്ല, അർഹതയോ ഇല്ല. പക്ഷെ ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതാരെങ്കിലും പറയണമല്ലോ. കൊട്ടാരക്കരയിൽ താങ്കൾക്കെതിരെ വളരെ എതിരഭിപ്രായമുണ്ട്. താങ്കൾ കൊട്ടാരക്കരയിലെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞു നിൽക്കുന്നില്ല എന്നുള്ളൊരു പരാതി താഴെ ലെവലിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ മുതൽ മുകളിലുള്ളവർക്ക് വരെ ഉണ്ട്. അതാരും പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആ പ്രശ്നം താങ്കൾ പരിഹരിച്ച് ഐഷ പോറ്റിക്ക് വേണ്ടി ജീവൻ മറന്ന് നിന്ന് ഐഷ പോറ്റിയെ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് താങ്കൾക്ക് വരുംകാല ഇലക്ഷനുകളിലും താങ്കളുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ വളരെ മോശം രീതിയിൽ ബാധിക്കുന്നതായിരിക്കുമെന്നുള്ളത് ഈ നിമിഷം ഞാൻ പറയുന്നു. അപ്പോൾ എനിക്ക് കൊട്ടാരക്കര UDF-കാരോട് പറയാനുള്ളത്, രശ്മി പോയി എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കളയരുത്. രശ്മിയെ കൊണ്ടുവന്നതും രശ്മിയെ വളർത്തിയതും കൊട്ടാരക്കര UDF-കാർ തന്നെയാണ്. അപ്പോൾ രശ്മി പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ സ്വാധീനമുള്ള കുറച്ച് പേരെയും കൂടെ കൊണ്ടുപോയേക്കാം എന്ന് കരുതി കൊട്ടാരക്കരയിൽ UDF-നുള്ള ഒരു പവറും ഇല്ലാതാവുന്നില്ല. അത് ഐഷ പോറ്റിയെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങിൽ നമ്മൾ കണ്ടതാണ്.
അതോ അതേ ആവേശം മുന്നിൽ കണ്ട് നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുക, ജയം നിങ്ങൾക്കൊപ്പം തന്നെയായിരിക്കും. പിന്നെ കൊട്ടാരക്കരയിൽ ആർ രശ്മി ബി ജെ പിയിലേക്ക് പോയതിൽ ബി ജെ പിക്കാർക്ക് ഉണ്ടായതിനെക്കാട്ടി വലിയ സന്തോഷമുള്ള ആൾക്കാരാണ് കൊട്ടാരക്കരയിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ. കാരണം അവർ വളരെ സന്തോഷത്തോടെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്തത്. ആ രശ്മിയും കൂടെ ഇവിടെ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ കിട്ടിയേക്കാവുന്ന കോൺഗ്രസ് വോട്ടുകൾ വളരെ അധികമായിരുന്നു. അപ്പൊ അവർ പോയപ്പോൾ ആ സന്തോഷം കൊട്ടാരക്കരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക്, സി പി എമ്മുകാർക്ക്, സി പി ഐക്കാർക്ക് ഉണ്ടെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് അവരുടെയൊക്കെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നമ്മൾ കണ്ടതുമാണ്. ബി ജെ പിയിലേക്ക് ഒരാൾ പോകുമ്പോൾ, ഒരു കോൺഗ്രസ്സുകാരി ബി ജെ പിയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായ വിഷമം എത്രയാണോ ബി ജെ പിക്കാർക്കുണ്ടായ സന്തോഷം എത്രയാണോ അതിൻ്റെ 1000 ഇരട്ടിയാണ് കൊട്ടാരക്കരയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായ സന്തോഷം. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഐഷ പോറ്റി വേഴ്സസ് KN ബാലഗോപാൽ എന്നൊരു മത്സരത്തിനിടയിൽ ആർ രശ്മി NDA സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ആരുടെ വോട്ടാണ് സ്പ്ലിറ്റ് ആവാൻ പോകുന്നത് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇനി എന്താണ് കൊട്ടാരക്കരയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണാം.